ഹായ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതായത് ചാമുണ്ഡി ഹിൽസിലെ ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കണ്ടത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൈസൂർ പാലസിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ കൊട്ടാരങ്ങളുടെ നഗരം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന മൈസൂർ വാഡിയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു. ഇത് പ്രാദേശികമായിട്ട് അറിയപ്പെടുന്നത് അംബാവിലാസ് എന്നുള്ള പേരിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അഡൽട്ട്സിന് വരുന്നത് 100 രൂപയാണ്. കുട്ടികൾക്കാണെങ്കിൽ 10 വയസ്സിന്, അതായത് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഫ്രീ ആണ്. 18 വയസ്സിന്, അതായത് 10 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഹാഫ് പ്രൈസ് മതി, അതായത് 50 രൂപ. ആ ഒരു നിരക്കിലാണ് നമുക്ക് എൻട്രി ഫീസ് വരുന്നത് കേട്ടോ. അപ്പോൾ വളരെ വിശാലമായിട്ടുള്ളൊരു കൊട്ടാരമാണ്. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളൊന്നും പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്ന് തന്നിട്ടില്ല. കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് തുറന്നു തന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഒരു നല്ലൊരു ഗാർഡനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിൻ്റെ ചുറ്റുമൊക്കെ ആയിട്ട്. അതുപോലെ 12 ഹൈന്ദവ ക്ഷേത്രങ്ങളും അതായത് ഇതിൻ്റെ ഈ ഒരു കോമ്പൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ എന്താ പറയുക കുറേ നേരം നടന്നു കേട്ടോ. അപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടന്നു കഴിഞ്ഞപ്പോഴേക്കും തന്നെ അത്യാവശ്യം നല്ല ടയേർഡായി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ ഉള്ളിലേക്ക് കയറാമെന്നുള്ളൊരു രീതിയിലേക്ക് വന്നത് തന്നെ. ദസറയുടെ സമയത്താണ് ഇവിടെ കൂടുതൽ സ്പെഷ്യൽ, അതായത് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. പിന്നെ വൈകുന്നേരങ്ങളിൽ ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ വൈകുന്നേരം ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാണണമെന്നൊക്കെയുള്ളൊരു കാൽക്കുലേഷനിലാണ്. പറ്റണമെന്നുണ്ടെങ്കിൽ കാണും. അപ്പോൾ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നടന്ന് കാണാനുള്ളൊരു സ്ഥലം നന്നായിട്ട് തന്നെ ഉണ്ട്. കുറച്ച് സമയം എടുത്തിട്ട് വരുന്നതൊക്കെ തന്നെയായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗേറ്റ് ശരിക്കും പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തുറന്നു തരുന്ന ഗേറ്റ് അല്ല, അതിൻ്റെ ഒരു റിയൽ ആയിട്ടുള്ളൊരു ഗേറ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. വാഡിയാർ രാജാക്കന്മാർ ഇത് കീഴടക്കണ ഒരു സമയത്ത് തടി കൊണ്ടുള്ള കൊട്ടാരമായിരുന്നു. പക്ഷേ പല പ്രാവശ്യം ഇത് പൊളിച്ച് പണിയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അന്ന് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു കൊട്ടാരമൊന്നുമല്ല ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു രാജകുമാരിയുടെ വിവാഹത്തിൻ്റെ സമയത്ത് കൊട്ടാരം മുഴുവനായിട്ട് കത്തി നശിച്ചിട്ട് അങ്ങനെയും പൊളിച്ച്, അതായത് വീണ്ടും പണിയലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു കൊട്ടാരം. ചാമുണ്ടേശ്വരി മഹിഷാസുരനെ വധിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ദസറ ആഘോഷിക്കുന്നത്. അതായത് തിന്മയുടെ മേൽ നന്മ വിജയം വരിച്ചതിൻ്റെ ആ ഒരു ആഘോഷം എന്നുള്ള രീതിയിൽ കേട്ടോ. ഇവിടെ ഈ ഒരു പാലസിൻ്റെ പുറമേയുള്ളൊരു ഏരിയ നമുക്ക് നടന്ന് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബഗ്ഗി ഉണ്ട്, അതായത് ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ്. അപ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഗാർഡനും ഈ ഞാൻ പറഞ്ഞ 12 ഹൈന്ദവ ക്ഷേത്രങ്ങൾ, പല ക്ഷേത്രങ്ങളിലും ഇപ്പോഴും പൂജകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇവിടെ സാരി, അതുപോലെ കുറച്ച് എന്താ പറയുക ഷോപ്പീസുകളൊക്കെ വിൽക്കുന്ന കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. മൈസൂർ സിൽക്ക് എന്നൊക്കെ പറയുമ്പോൾ വളരെ പോപ്പുലറാണല്ലോ. ഇവിടെയാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ആ ഒരു എൻട്രിയുടെ ഭാഗത്ത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ക്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരും ഒരുപാട് പേരെ കണ്ടു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് പില്ലറുകളും കാര്യങ്ങളോടൊക്കെ കൂടിയിട്ടുള്ളൊരു കൊട്ടാരമാണ്. പില്ലറുകൾ വരുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ ഉള്ളിലേക്ക് കയറി കണ്ടില്ലേ, ഇതിൻ്റെ ഒരു സീലിങ്ങിലൊക്കെ എന്ത് ഭംഗിയായിട്ടാണ്, എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ നല്ല കളർ കോമ്പിനേഷൻസ് ആണെന്നുണ്ടെങ്കിലും കൊട്ടാരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഭാഗങ്ങളും പൊതുജനങ്ങൾക്ക് പ്രവേശനം കാര്യങ്ങളൊന്നുമില്ല. 3 നിലയിലായിട്ടാണ് ഈ ഒരു കൊട്ടാരം എന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ ഇപ്പോൾ ഹിസ്റ്ററി സംഭവങ്ങളൊക്കെ ആകുമ്പോൾ എന്താ പറയുക, അതിൽ 2 നിലയിൽ മാത്രമേ നമുക്ക് പ്രവേശനം കാര്യങ്ങളൊക്കെ ഉള്ളൂ. മുകളിലേക്ക് പോണ ഒരു സ്റ്റെയർ കേസ് സംഭവങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ വലിയ വലിയ ഹാളുകൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ കുറേ ആൻറ്റിക് പീസുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് പണ്ട് കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ, അവർക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള സംഭവങ്ങൾ, അതുപോലെ ചന്ദനം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പെട്ടികൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സ്റ്റെയർ കേസൊക്കെ കണ്ടോ, എന്ത് ഭംഗിയാണ്. ശരിക്കും നല്ലൊരു ആൻറ്റിക് ലുക്ക് തന്നെയാണ് ഇതിനൊക്കെ. പിന്നെ കണ്ടോ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയയാണ്. ശരിക്കും പറഞ്ഞാൽ നടുമുറ്റം എന്നൊക്കെ പറയുന്ന രീതിയിൽ, ഇത് നടുമുറ്റമല്ല, ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൊട്ടാരത്തിൽ ഗുസ്തിയൊക്കെ നടന്നിരുന്ന ഒരു ഏരിയയാണ്. റെസ്ലിംഗ് പോലുള്ള കാര്യങ്ങൾ, അതായത് അങ്ങനെയൊക്കെ നടന്നിരുന്നൊരു ഏരിയ ആയിരുന്നു ഈ ഒരു സംഭവം. അപ്പോൾ അവിടുത്തെ ഒരു എന്താ പറയുക, ആ ഒരു ജനാലകളൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്.
ഇൻഡോ സാർസെനിക് എന്നറിയപ്പെടുന്ന ഒരു നിർമ്മാണ ശൈലി അല്ലെങ്കിൽ വാസ്തുശൈലിയിലാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഒരു വാസ്തുശൈലി എന്ന് പറയുന്നത് ഹിന്ദു, രജപുത്ര, ഇസ്ലാം, ഗോഡിക് വാസ്തുവിദ്യകളുടെ ഒരു മിക്സ് അല്ലെങ്കിൽ ഒരു സങ്കരം എന്നൊക്കെ പറയാവുന്ന ഒരു വാസ്തുവിദ്യയാണ് ഇവിടെ ഇവർ ചെയ്തിരിക്കുന്നത്. ഷൂസ് ഒന്നും ഇട്ടിട്ട് നമുക്ക് മൈസൂർ പാലസിലേക്ക് കയറാൻ പറ്റില്ല. ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പുകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പുറത്തൊരു ഏരിയ ഉണ്ട്. 2 രൂപയാണ് അവർ അതിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉൾഭാഗത്ത് കണ്ടോ, ഇതിൻ്റെ എന്താ പറയുക, ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് കണ്ടോ. നമ്മൾ ചെരുപ്പൊക്കെ ഇട്ടിട്ട് കയറി കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് നാശമാവുമല്ലോ, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഉള്ളത് കേട്ടോ. പിന്നെ ഒരു മൈസൂർ എന്ന് പറയുന്നത് ഒരു പ്ലാൻഡ് സിറ്റിയാണ് കേട്ടോ. ഇന്ത്യയിലെ തന്നെ വളരെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് ഉണ്ടാക്കിയൊരു സിറ്റി കൂടിയാണ് മൈസൂർ. ഈ ഒരു മൈസൂർ അല്ലെങ്കിൽ മൈസൂർ പാലസിലൊക്കെ പോകാത്തവർ എനിക്ക് തോന്നുന്നു വളരെ കുറവായിരിക്കും. ഒന്നില്ലെങ്കിൽ സ്കൂൾ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ ഒരു സമയത്തൊക്കെ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്നൊക്കെ ടൂർ പോയിരുന്നത് മൈസൂർ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നല്ലോ. ഒരു കാലത്ത് കർണാടക അറിയപ്പെട്ടിരുന്നത് തന്നെ മൈസൂരിൻ്റെ പേരിലൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ചുമർ ചിത്രങ്ങളുണ്ട്, അതായത് പെയിൻറ്റിങ്സ് ആണ് ഇതെല്ലാം. അതായത് ദസറയുടെ സമയത്ത് അതിൻ്റെ ഫോട്ടോസൊക്കെ നോക്കി വരച്ച സംഭവങ്ങളാണ്. അതായത് റിയലായിട്ട് നടക്കുന്ന സംഭവങ്ങളെ പെയിൻറ്റിങ്സിൻ്റെ രൂപത്തിലായിട്ട് ചെയ്തിരിക്കണം. നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സ് നമുക്കിവിടെ ഒരുപാട് കാണാൻ പറ്റും. അതുപോലെ ഇവിടുത്തെ ഷാൻലിയേഴ്സൊക്കെ കണ്ടോ, എന്താല്ലേ അടിപൊളി. അതുപോലെ ഇവിടുത്തെ രാജാക്കന്മാരുടെയും ഒക്കെ, അതായത് ഇപ്പോൾ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന രാജാക്കന്മാരുടെ, രാജ്ഞിമാരുടെ ഒക്കെ പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ചരിത്രം കൂടുതലായിട്ട് ഈ ഒരു കൊട്ടാരത്തിൽ അത്രയ്ക്ക് അങ്ങോട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പൊതുവേ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ഒരുപാട് ചരിത്രം എഴുതി വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ ഇതിൻ്റെ ചരിത്രം അങ്ങനെ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവില്ല. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ പെയിൻറ്റിങ്സ് തന്നെയാണ്. ഇവിടെ രാജാ രവിവർമ്മയുടെയൊക്കെ ചിത്രങ്ങളൊക്കെ നമുക്ക് ഉണ്ട് കേട്ടോ. പക്ഷേ തിക്കിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ ഏതാണെന്നൊന്നും പെട്ടെന്ന് അങ്ങോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനോ ഒന്നും പറ്റിയില്ല. അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും ചിത്രങ്ങൾ മാത്രമല്ല, അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ നടന്ന ചില സംഭവങ്ങൾ അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷൻസ്, കല്യാണം, അങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടെ ഇതുപോലുള്ള പെയിൻറ്റിങ്സിൽ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ദസറ എന്ന് പറയുന്നത് മെയിനായിട്ടുള്ളൊരു ഹിന്ദു ഫെസ്റ്റിവലാണ്. അത് എന്താ പറയുക, നവരാത്രിയുടെ സമയത്ത് അല്ലെങ്കിൽ ദുർഗാപൂജയുടെ അവസാന സമയത്താണ് ദസറ ശരിക്കും പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ കാണുന്ന പല സംഭവങ്ങളും, അതായത് ആൻറ്റിക് പീസുകളാണെന്നുണ്ടെങ്കിലും പലതും ഇവർക്ക് ഗിഫ്റ്റ് കിട്ടിയതൊക്കെയാണ്. ഈ ഒരു പെട്ടികളിൽ പലതും ചന്ദനം കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇപ്പോൾ രാജാക്കന്മാർക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ സംഭവങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. നല്ല രീതിയിലാണെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇത്രയും വർഷം അല്ലെങ്കിൽ ഇത്രയും പഴക്കം ചെന്ന കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ലല്ലോ. അതുപോലെ കൊട്ടാരങ്ങളുടെ ഭാഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ആൾക്കാർ തൊടുന്ന അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങൾക്കൊക്കെയാണ് പിന്നെയും ചെറിയ രീതിയിലുള്ള കേടുപാട് അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ മെയിനായിട്ട് നമ്മളിപ്പോൾ ഈ ഹാളുകളൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല. നമ്മൾ പുറത്ത് നിന്നിട്ടാണ് ഫോട്ടോസും വീഡിയോസ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഈ ഇതിൻ്റെ പില്ലേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ദിവസം ഒരുപാട് പേര്, അതായത് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണല്ലോ. ഫോറിനേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇന്ത്യക്കാരെന്നുണ്ടെങ്കിലും ഒരുപാട് വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താലല്ലേ അത് നല്ല രീതിയിലൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെയുള്ള നല്ല ആൻറ്റിക് പീസുകൾ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇവിടുത്തെ വാതിലുകളും ഒക്കെ കണ്ടോ, നല്ല കൊത്തുപണികളോട് കൂടിയിട്ടുള്ള വാതിലുകളാണ്. അതുപോലെ പലതും ഈ എന്താ പറയുക, തേക്കൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള, അതായത് മരങ്ങളൊക്കെ പലതും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ വിൻഡോസ് ഉണ്ട്. അപ്പോൾ കുറേ പേരിങ്ങനെ എന്താ പറയുക, നടന്ന് ക്ഷീണിച്ച് ഓരോരുത്തരവിടെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് റെസ്ലിംഗ്, അതായത് ഗുസ്തി നടന്നിരുന്ന സ്ഥലം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പണ്ട് കാലത്തെ ഗുസ്തി എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ മരിക്കുക എന്നുള്ള രീതിയിലുള്ള ഗുസ്തിയൊക്കെയാണ് ഇവിടെ നടന്നിരുന്നത് കേട്ടോ. പിന്നെ ഇതൊക്കെ ദസറയുടെ സമയത്തുള്ള ഒരു ആഘോഷങ്ങളുടെ പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ദസറയുടെ സമയത്ത് ഇപ്പോഴും ആ ഒരു എന്താ പറയുക, ഒരു വിഗ്രഹമൊക്കെ ഇപ്പോഴും എഴുന്നള്ളിക്കുന്ന ഒരു പരിപാടി കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കാറുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, മൈസൂർ ഇപ്പോഴും പോലീസുകാരൊക്കെ കുതിരപ്പുറത്ത് ആ ഒരു പഴയൊരു ട്രഡീഷണൽ വേഷത്തിലൊക്കെ ഇവിടെ കാണാൻ പറ്റിയെന്നുള്ളതാണ് കേട്ടോ.
അപ്പോൾ മുകളിലേക്ക് എല്ലാവിടെയും ഒന്നും നമുക്ക് പ്രവേശനം കാര്യങ്ങളൊന്നും ഇല്ല. ദർബാർ ഹാള് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. കല്യാണങ്ങൾ നടക്കുന്ന സ്ഥലം, അങ്ങനെ എന്താ പറയുക, പല ഹാളുകൾക്കും എന്താ പറയുക പല കാര്യങ്ങൾ, പല ഉദ്ദേശങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ. പിന്നെ ഇത് കണ്ടോ, ഇതുപോലെ ഒരുപാട് കാര്യങ്ങളിവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം സമയമെടുത്ത് നമുക്ക് നടന്ന് കാണാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. കണ്ടോ, പീരങ്കികളൊക്കെയാണ് ഇരിക്കുന്നത്. ഇത് റിയലായിട്ടുള്ള പീരങ്കികളാണ്. ഇപ്പോഴും ദസറയുടെ സമയത്ത് പീരങ്കി ഉപയോഗിക്കാറുണ്ടെന്ന് കേൾക്കുന്നു കേട്ടോ. പിന്നെ ചരിത്രവും കാര്യങ്ങളും ഇതിനോടനുബന്ധിച്ച് കാര്യങ്ങളാവുമ്പോൾ പലരും പല രീതിയിൽ വളച്ചൊടിക്കാറുണ്ട്. എന്താ പറയുക, പലരും അവരുടേതായിട്ടുള്ള രീതിയിൽ പല കാര്യങ്ങളും പറയാറുണ്ട്. അപ്പോൾ ചരിത്രം നമുക്ക് അത്രയ്ക്കൊരു പല കഥകളും കേട്ടിട്ടുണ്ട് മൈസൂർ കൊട്ടാരത്തിനെ കുറിച്ച്. ഇങ്ങനെ ശാപകഥകളും അങ്ങനെ പലതും കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും റിയലാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കൊട്ടാരം എന്ന് നമുക്ക് പറയാം. ഇപ്പം എന്താ പറയുക, നമുക്ക് എന്താ പറയുക വളരെ അടുത്ത് കാണാവുന്ന ഒരു കൊട്ടാരം എന്നൊക്കെ തന്നെ പറയാവുന്ന സംഭവം. ഇപ്പോൾ മൈസൂർ കാണണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം എടുക്കും. എല്ലാം നല്ല രീതിയിൽ കാണണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. ഈ ഒരു തൂണുകൾ കാര്യങ്ങളൊക്കെ കണ്ടോ, എന്ത് ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിലും ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്ത് ഭംഗിയതും. ഇത്രയും വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ബോർഡ് നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ ഏരിയയിലും പോലീസുകാരും അങ്ങനത്തെ എന്താ പറയുക, കൂടുതൽ സമയം നമുക്ക് ഓരോ ഏരിയയിലും നിൽക്കാനൊന്നും പറ്റില്ല, പെട്ടെന്ന് തന്നെ മൂവ് ആവണം. കാരണം തിരക്ക് നിയന്ത്രിക്കാനൊക്കെ വേണ്ടിയിട്ട് പോലീസുകാരും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലെന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഓരോ ഏരിയയിൽ നിന്ന് ഇങ്ങനെ മൂവായിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഓരോ കാഴ്ചകളും എന്താ പറയുക, ഓരോ ഹാളിൽ വരുമ്പോഴും കാഴ്ചകളെന്നുണ്ടെങ്കിലും ഒക്കെ വ്യത്യസ്തമാണ്. നിറയെ തൂണുകളോട് കൂടിയിട്ടുള്ള, പില്ലറോട് കൂടിയിട്ടുള്ള ഹാളുകളാണ്. അതും തൂണുകളൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ബാൽക്കണി പോലുള്ള ഈ ഒരു ഏരിയയിൽ നിന്ന് നോക്കുമ്പോൾ മൈസൂർ പാലസിൻ്റെ പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഗാർഡൻ, അല്ലെങ്കിൽ അമ്പലങ്ങൾ, 12 ക്ഷേത്രങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടോ. ഞങ്ങൾ മൈസൂർ പോയത് ആ ഒരു പൊങ്കലിൻ്റെ ആ ഒരു ഹോളിഡേയിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇത്രയ്ക്കൊരു തിരക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലാ ദിവസവും ഇത്രയ്ക്ക് തിരക്കുണ്ടോയെന്ന് അറിയില്ല. ഒരുപാട് തിരക്കാവുമ്പോൾ നമുക്ക് ഓരോരോ ഏരിയകളൊക്കെ കാണാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെയൊക്കെ കണ്ടോ, ഈ തൂണുകളുടെയൊക്കെ ഒരു കൊത്തുപണികൾ കാര്യങ്ങളൊക്കെ നോക്കി എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. എന്താ പറയുക, കൊട്ടാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കൊട്ടാരം അല്ലേ. അതുപോലെ ഈ സീലിങ്ങിലുള്ള ആ ഒരു മരത്തിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കിയേ, അടിപൊളിയല്ലേ. ഷാൻലിയേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും ശരിക്കും എന്താ പറയുക, പഴയ സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഇതാണ് ആൻറ്റിക് സംഭവങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ. അപ്പം അങ്ങനെ നടന്ന് ഓരോ സംഭവങ്ങൾ കാണുകയാണ്. ഇവിടെ ക്യാമറ ഉപയോഗിച്ചിട്ട് വീഡിയോ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ മൊബൈലിൽ വീഡിയോസ് എടുക്കുന്നതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. പ്രത്യേകിച്ചും ഇങ്ങനത്തെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ പല സ്ഥലങ്ങളിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. ക്യാമറയിൽ വീഡിയോസ് അതുപോലെയുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല, മൊബൈലിൽ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്താണ് അതിൻ്റെ ലോജിക് എന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ കൊട്ടാരത്തിൻ്റെ ആ ഒരു അതായത് ഡോറിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ, വാതിലുകളുടെ ആ ഒരു ഭാഗത്തൊക്കെ നെറ്റൊക്കെ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഈ പക്ഷികളുടെ ശല്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് എനിക്ക് തോന്നുന്നു ഒരുവിധം ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ, ഇപ്പോൾ എന്താ പറയുക, ഡൽഹി മീൻസ് നമുക്ക് ആഗ്ര, റെഡ് ഫോർട്ട് അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഈ ഒരു സംഭവം. എന്താ പറയുക, വവ്വാലുകൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടത്തോടു കൂടി കയറിയിരിക്കുമല്ലോ. എല്ലാ ഭാഗങ്ങളും പൊതുജനങ്ങൾക്ക് ഓപ്പണോ ഒന്നുമല്ല. ഇനിയിപ്പോൾ മുകൾ ഭാഗത്തെ കാഴ്ചകൾ കണ്ട് താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റെയർ കേസ് കണ്ടോ, ഈ ഒരു ഗോവണിയുടെ സ്റ്റെപ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗം വീതി കൂടുതലും ഒരു ഭാഗം വീതി കുറവിലാണുള്ളത്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് തോന്നി. സൂക്ഷിച്ചിറങ്ങണമെന്ന് മാത്രം, വീതി കുറവുള്ള ഒരു ഭാഗത്ത് കൂടെ. അങ്ങനെ ഇതൊക്കെ കണ്ട് താഴേക്ക് ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് എന്താ പറയുക, അനുവദനീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ദസറയുടെ സമയത്ത് അതായത് അലങ്കാരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, ആനകളെ അലങ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും, നെറ്റിപ്പട്ടം അതുപോലെയുള്ള പല കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഷൂസൊക്കെ തിരിച്ച് എടുത്ത് ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് ഇനിയിപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ കഴിയുന്നു കേട്ടോ.
അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മൈസൂർ സൂവിലേക്ക് പോകണമെന്നാണ് വിചാരിക്കുന്നത്. മൈസൂർ സൂ എന്ന് പറയുമ്പോൾ നല്ല വലിപ്പത്തിലുള്ള വലിയ സൂ ആണല്ലോ, അത്യാവശ്യം നന്നായിട്ട് കാണാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതേ ഇതിന് എക്സിറ്റിൻ്റെ ഒരു ഭാഗം ഇവിടെ വാഷ്റൂം എന്ന് പറഞ്ഞാൽ വെറും ഷോക്കാണ്. ലേഡീസിനെയൊക്കെ സംബന്ധിച്ച് ഇതുപോലെ നമ്മൾ ട്രിപ്പ് പോകാമെന്നൊക്കെ പറയുമ്പോൾ വാഷ്റൂമൊക്കെ നല്ലതാവുക, പെയ്ഡ് വാഷ്റൂം ആണെങ്കിൽ പോലും എന്താ പറയുക, നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയാണ്. ഇനി എന്നാണ് ഇന്ത്യക്കൊന്ന് നന്നാവുക? ഈ ഒരു മരം കണ്ടോ, ശരിക്കും നന്നായിട്ട് പടർന്ന് ഇങ്ങനെ പന്തലിച്ച് കിടക്കുന്നു. ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, നല്ല രീതിയിൽ പന്തലിച്ച് കിടക്കുന്ന ഒരു മരം. ആ ഒരു എന്താ പറയുക, ആ ഒരു മൈസൂർ പാലസിൻ്റെ ആ ഒരു അടുത്ത് തന്നെ നിൽക്കുന്നൊരു മരം എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ പരിപാടികൾ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊന്ന് തിരുത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.